ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഒരു ഈസി ചോക്ലേറ്റ് ഐസ്ക്രീം. ഇതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് ഇളക്കി ആദ്യം തന്നെ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി ഒരു ചെറിയ ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുക. അതിലേക്ക് കുറച്ച് തണുത്ത പാലൊഴിച്ചിട്ട് അതൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് വെക്കുക. ഈ ഒരു സമയം കൊണ്ട് പാല് തിളച്ച് വരും. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഈ കോൺഫ്ലോർ കലക്കി വെച്ചത് അതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു 150 ഗ്രാം കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഏതായാലും മതി ചേർത്തിട്ട് നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്യുന്ന രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ താഴെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാൻ, ഡയറക്റ്റായിട്ട് തീയിലേക്ക് വെക്കരുത്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് തണുത്തിട്ടുള്ള നമ്മുടെ പാലിൻ്റെ മിക്സ്, കുറച്ച് ബട്ടർ, അതുപോലെ ചോക്ലേറ്റ് ചൂടാറിയതിന് ശേഷം ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിക്കുക, എടുത്ത് വയ്ക്കുക. ഒരു 4 മണിക്കൂർ നേരത്തേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ പുറത്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് അടിച്ച് വയ്ക്കുക. എന്നിട്ടിത് നമ്മൾ ഒരു 12 മണിക്കൂറോളം സെറ്റ് ചെയ്യണം. നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ തണുപ്പിനനുസരിച്ച് നന്നായിട്ട് സെറ്റായി വരുന്നത് വരെ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ഐസ്ക്രീം ആർക്കും ചെയ്തെടുക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്